ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തെ ചൊല്ലി കൊമ്പ് കോർത്ത് ടെസ്ല മേധാവി ഇലോൺ മസ്കും മുൻ IT സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖറും വോട്ടിംഗ് യന്ത്രം ഹാക്ക് ചെയ്യാനാകുമെന്ന മസ്കിന്റെ അഭിപ്രായത്തെ പരിഹസിച്ച് രാജീവ് ചന്ദ്രശേഖർ എക്സിൽ പോസ്റ്റ് ഇട്ടിരുന്നു. ഇന്ത്യയിലെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിൽ ക്രമക്കേടുകൾ നടക്കില്ല, ഇത് സംബന്ധിച്ച് ഇലോൺ മസ്കിനെ പഠിപ്പിക്കാനും തയ്യാറാണെന്നായിരുന്നു രാജീവ് ചന്ദ്രശേഖറിന്റെ പോസ്റ്റ്. എന്നാൽ എന്തും ഹാക്ക് ചെയ്യാനാകുമെന്നായിരുന്നു ഇലോൺ മസ്ക് എക്സിലൂടെ രാജീവ് ചന്ദ്രശേഖരന് നൽകിയ മറുപടി. നോബിൾ മാരിക്കാരനാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. നോബിൾ, എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ആര്യ, ടെസ്ല മേധാവി ഇലോൺ മസ്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ EVM മെഷീനിൽ അതേ നടത്തിയ പരാമർശങ്ങൾ ഇന്ത്യയിൽ വലിയ തരത്തിൽ വിവാദം ആയിരിക്കുകയാണ്. പ്രധാനമായും ഈ EVM മെഷീനുകൾ നിരോധിക്കണം, അതിൽ കടന്നു കയറാൻ, പ്രത്യേകിച്ച് അതിനെ ഹാക്ക് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് മസ്ക് നടത്തിയ ഒരു പരാമർശം. അത് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചില വാർത്തകളുടെ അടിസ്ഥാനത്തിലായിരുന്നു അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട അഭിപ്രായം എക്സിൽ രേഖപ്പെടുത്തിയത്. അതിന് പിന്നാലെ ആദ്യം ഇതിൻ്റെ ചൂട് പിടിച്ചുകൊണ്ട് എത്തിയത് രാഹുൽ ഗാന്ധിയാണ്. ഇന്ത്യയിലെ വോട്ടിംഗ് മെഷീനുകൾ ബ്ലാക്ക് ബോക്സ് പോലെയാണ്, ആർക്കും പരിശോധിക്കാൻ കഴിയില്ലാത്ത സാഹചര്യമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ജനാധിപത്യത്തിൽ ഉൾപ്പെടെ സംശയത്തിൽ നിർത്തുകയാണ് എന്നടക്കമുള്ള കാര്യങ്ങളും രാഹുൽ ഗാന്ധി ഇതിൽ വിമർശനം ഉന്നയിച്ചു. അതിന് പിന്നാലെയാണ് മസ്കിന് മറുപടിയുമായി ആദ്യം മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ രംഗത്ത് വന്നത്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ മറ്റൊരു ഡിവൈസുമായി കണക്റ്റ് അല്ല എന്നാണ് ഇതിൽ വ്യക്തമാക്കുന്നത് അദ്ദേഹം. അതേസമയം വൈഫൈയോ ബ്ലൂടൂത്തോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റോ അടക്കമുള്ള ഒരു മാധ്യമമായി ഇത് കണക്റ്റ് അല്ലാത്തതുകൊണ്ട് ഇത് ഒരിക്കലും ഹാക്ക് ചെയ്യാൻ കഴിയില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഒരു പ്രത്യേക പ്രോഗ്രാമിംഗ് വഴിയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്, ആ പ്രോഗ്രാമിങ്ങിൽ മാറ്റം വരുത്താൻ കഴിയില്ല എന്നും ഇതിൽ രാജീവ് ചന്ദ്രശേഖർ മസ്കിന് മറുപടി നൽകി. എന്നാൽ ഇതിനെ ഖണ്ഡിച്ചുകൊണ്ട് മസ്ക് വീണ്ടും സമൂഹ മാധ്യമമായി എക്സിൽ തന്നെ രംഗത്ത് വരികയാണ് ചെയ്തത്. രാജീവ് ചന്ദ്രശേഖറിന് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ അല്ലെങ്കിൽ ഏത് ഉപകരണവും ഇത്തരത്തിൽ ഹാക്ക് ചെയ്യാൻ കഴിയും എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായത്. പിന്നാലെ വീണ്ടും പ്രതികരണവുമായി മറുപടിയുമായി രാജീവ് ചന്ദ്രശേഖർ രംഗത്ത് വരികയും ചെയ്തു. രാജീവ് ചന്ദ്രശേഖർ ഇതിൽ വീണ്ടും മറുപടി നൽകിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ടെക്നിക്കലി ഏതൊരു ഡിവൈസും ഇത്തരത്തിൽ ഹാക്ക് ചെയ്യാൻ കഴിയും എന്ന് യാഥാർത്ഥ്യമാണ്. അതിപ്പോൾ ഫ്ലൈറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ മറ്റ് ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് അടക്കമുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും പറ്റും. പക്ഷേ ഇന്ത്യയിലെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ അതിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമാണ്. തങ്ങൾക്ക് വിയോജിക്കുകയോ അല്ലെങ്കിൽ യോജിക്കാതിരിക്കുകയോ ചെയ്യാം എന്നും ഇതിൽ എന്താണെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കുന്നു. അതായത് EVMന്റെ വിശ്വാസ അടക്കമുള്ള കാര്യങ്ങൾ കഴിഞ്ഞ് കുറേ നാളുകളായി പ്രതിപക്ഷ പാർട്ടികൾ, പ്രത്യേകിച്ച് കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ വലിയ തരത്തിൽ സംശയങ്ങൾ ഉന്നയിക്കുന്ന ഒരു ഘട്ടത്തിലായിരുന്നു ഈ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചിലയിടത്ത് ഈ വോട്ടിംഗ് മെഷീനിൽ ചില ക്രമക്കേടുകൾ നടന്നു എന്ന് കാണിച്ചുകൊണ്ടുള്ള പരാമർശങ്ങൾ വരികയും അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരികയും ആ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ഇലോൺ മസ്ക് ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം എക്സിൽ പങ്കുവയ്ക്കുകയും ചെയ്തത്. എന്താണെങ്കിലും അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ വിവാദങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഒരു വശത്ത് രാഹുൽ ഗാന്ധി അടക്കം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ്റെ സാധ്യതകൾ, പ്രത്യേകിച്ച് ഇത് ഹാക്ക് ചെയ്യാനുള്ള സാധ്യതകൾ ഉൾപ്പെടെ സംശയിച്ചുകൊണ്ട് അത്തരത്തിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്ത് വരുന്നു. അതോടൊപ്പം തന്നെ മസ്കിൻ്റെ പ്രതികരണം തെറ്റാണ് എന്ന് കാണിച്ചുകൊണ്ട് മറുവശത്ത് രാജീവ് ചന്ദ്രശേഖർ വിമർശനവുമായി എത്തുന്നു. അതിന് മറുപടിയായി മസ്ക് എത്തുന്നു. അത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ സജീവമായി തന്നെ ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട വിവാദം കൊഴുക്കുകയാണ് എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ വ്യക്തമാക്കാൻ. അത് കോൺഗ്രസ് അടക്കം ഇതിൽ സംശയം പ്രകടിപ്പിക്കുമ്പോൾ രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ളവർ ഇത്തരത്തിൽ ഒരു തരത്തിലുള്ള ക്രമക്കേടും ഇതിൽ സാധ്യമല്ല എന്ന് സ്ഥാപിക്കാനാണ് ശ്രമം നടക്കുന്നത്. അതേസമയം അതിനെല്ലാം ഖണ്ഡിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ അടക്കം ഹാക്ക് ചെയ്യാൻ കഴിയും എന്ന നിലപാടാണ് ഇലോൺ മസ്കും പങ്കുവച്ചിരിക്കുന്നത്. ആര്യ, ശരി, നോബിൾ മാരിക്കാരനാണ് വിശദാംശങ്ങൾ നൽകിയത്.